നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഞ്ചായത്തിലെ പഴയ PM റോഡ് കുഴികൾ നിറയുന്നു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് ശുചീകരിച്ച് UDF. പുളിഞ്ചോടകവലിൽ MG റോഡ് നവീകരിക്കണം. എൽദോ എബ്രഹാം. കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിൽ. ആഹോലി പഞ്ചായത്തിന്റെ മുൻവശത്തുകൂടെ കടന്നു പോകുന്ന പഴയ PM റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിൽ. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ച് UDF. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ച് UDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി. ചൊവ്വാഴ്ച രാവിലെ 8-ന് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിൽ 50ഓളം UDF പ്രവർത്തകർ പങ്കാളികളായി. മുമ്പ് ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനം MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA. റോഡ് നവീകരിക്കണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MG റോഡിൽ പുളിഞ്ചോട് ജംഗ്ഷനിൽ അടിയന്തരമായി റോഡ് നവീകരിക്കണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. 200 മീറ്റർ ദൂരം റോഡിന്റെ ടൈൽ ഇളകി അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. 2018 ശബരി പാക്കേജിൽ നിന്ന് 15 കോടി രൂപ അനുവദിച്ചാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡ് നവീകരിച്ചത്. ടാറിംഗ് പലതവണ ചെയ്തപ്പോഴും റോഡ് പൊളിഞ്ഞു പോകുന്ന സാഹചര്യം കണക്കാക്കിയാണ് 800 മീറ്റർ ടൈൽ ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. യാതൊരു അറ്റകുറ്റപ്പണികളും നടത്താത്തതിനെ തുടർന്ന് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. പനച്ചൂർ വിൽപ്പന സജീവമാകുന്നു. സമീപമാണ് തമിഴ്നാട് സ്വദേശി മുരുകന്റെ പനനൂർ കച്ചവടം പൊടിപൊടിക്കുന്നത്. പനനൂറുമായി ഒരാഴ്ചയിലേറെയായി മുരുകൻ മൂവാറ്റുപുഴയിൽ കച്ചവടം ആരംഭിച്ചിട്ട്. കുറച്ച് വേനൽമഴ എത്തിയെങ്കിലും പനനൂരിന് മൂവാറ്റുപുഴയിൽ ആവശ്യക്കാരേറെയാണ്. 18 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. 9 എണ്ണം വരുന്ന ഒരു സെറ്റ് പനനൂരിന് 100 രൂപയാണ് വില. പരിശോധന ക്യാമ്പും പ്രതിഭാ സംഗമവും നടത്തി. പോഷണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഫാത്തിമ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേതൃ പരിശോധന ക്യാമ്പും പ്രതിഭാ സംഗമവും നടത്തി. വാർഡ് മെമ്പർ EM ഷാജി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഭാ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.